കേരളത്തിൻ്റെ തനത് ക്ഷേത്ര കലാരൂപമായ ഓട്ടംതുള്ളൽ ആദ്യമായി സ്കോട്ട്ലൻഡിൻ്റെ സാംസ്കാരിക വേദിയിലെത്തുന്നു. ഈ ചരിത്ര നേട്ടത്തിന് നേതൃത്വം നൽകുന്നത് പ്രശസ്ത ഓട്ടംതുള്ളൽ ആചാര്യനും കലാകാരനുമായ മണലൂർ ഗോപിനാഥാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ഫെസ്റ്റിവലിലും ലണ്ടനിലുമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്നതിനൊപ്പം അദ്ദേഹത്തിന് സാൻ TV ഇൻ്റർനാഷണൽ കൾച്ചറൽ എക്സലൻസ് അവാർഡ് 2026 സമ്മാനിക്കും. കേരളത്തിൻ്റെ കലാപൈതൃകം ലോകവേദികളിലേക്ക് എത്തിക്കുന്നതിലെ ശ്രദ്ധേയമായ സംഭാവനകളെ മാനിച്ചാണ് ഈ ബഹുമതി. ജൂലൈ 5 നടക്കുന്ന ഗ്ലാസ്ഗോ ഫെസ്റ്റിവലിലാണ് ഓട്ടംതുള്ളൽ ആദ്യമായി സ്കോട്ട്ലൻഡിൽ അരങ്ങേറുന്നത്. തുടർന്ന് ജൂലൈ 11 സൗത്ത് ഏഷ്യൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവലിലും ജൂലൈ 18 ലണ്ടനിലും മണലൂർ ഗോപിനാഥ് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കും. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിൻ്റെ ഈ ജനകീയ ക്ഷേത്ര കലാരൂപം ആദ്യമായി യൂറോപ്യൻ വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നത് മലയാളികളുടെ സാംസ്കാരിക ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഓട്ടംതുള്ളലിനെ കാലാനുസൃതമായി അവതരിപ്പിച്ച് പുതിയ തലമുറയിലേക്കും രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്കും എത്തിക്കുന്നതിൽ മണലൂർ ഗോപിനാഥ് നടത്തിയ ദീർഘകാല പ്രവർത്തനങ്ങളാണ് അന്താരാഷ്ട്ര അംഗീകാരത്തിന് വഴിയൊരുക്കിയത്. പരമ്പരാഗത കലാരൂപത്തിൻ്റെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നത്.